ഇടുക്കി വനമേഖലയിലെ ദേശീയപാത നിർമ്മാണം തടഞ്ഞ വനം വകുപ്പിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി. കൊച്ചി മധുര ദേശീയപാതയെ ബന്ധിപ്പിക്കുന്ന നേര്യമംഗലം വാളറ ദേശീയപാത 85ന്റെ വികസനവുമായി ദേശീയപാത അതോറിറ്റിക്ക് മുന്നോട്ടു പോകാം. വനമേഖലയിലെ ദേശീയപാത നിർമ്മാണം തടയരുതെന്നും വനം വകുപ്പ്. നേര്യമംഗലം വാളറ ദേശീയപാത 85ന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞ വനം വകുപ്പിന്റെ നടപടി ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. 14.5 കിലോമീറ്റർ ദൂരത്തിൽ 100 മീറ്റർ വീതിയിൽ ദേശീയപാത അതോറിറ്റിക്ക് നിർമ്മാണം നടത്താം. ദേശീയപാത നിർമ്മാണ പ്രദേശത്തിന്റെ ഉടമസ്ഥാവകാശം പൊതുമരാമത്ത് വകുപ്പിനുണ്ട്. വനമേഖലയിലെ നിർദ്ദിഷ്ട ഭൂമിയുടെ അവകാശം വനം വകുപ്പിനില്ല. വനമേഖലയിലെ ദേശീയപാത നിർമ്മാണം തടയരുതെന്നും ഡിവിഷൻ ബെഞ്ച് വനം വകുപ്പിന് നിർദ്ദേശം നൽകി. പാത കടന്നുപോകുന്നത് റിസർവ് വനത്തിലൂടെയാണെന്നും വനഭൂമി കയ്യേറിയാണ് ദേശീയപാത നിർമ്മാണം എന്നുമുള്ള വനം വകുപ്പിന്റെ വാദം ഹൈക്കോടതി തള്ളി. വനമേഖല ദേശീയപാതയിൽ നിന്നും പ്രത്യേകം വേർതിരിച്ചിട്ടില്ലെന്ന വാദവും ഹൈക്കോടതി അംഗീകരിച്ചില്ല. വനമേഖലയിലൂടെയുള്ള പാതാ വികസനത്തിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ആവശ്യമില്ലെന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. റവന്യൂ രേഖകൾ അനുസരിച്ച് ദേശീയപാത പുറമ്പോക്ക് ഭൂമിയാണെന്ന ദേശീയപാത അതോറിറ്റിയുടെ വാദവും ഹൈക്കോടതി അംഗീകരിച്ചു. പാത വീതി കൂട്ടുന്നതിന് വനം വകുപ്പിന് എതിർപ്പുയർത്താനാവില്ല. രേഖകളിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ വനഭൂമിയാണെന്ന വാദം ഉയർത്താനാവില്ല. അതിനാൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ആവശ്യമില്ല എന്നുമായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ വാദം. ഈ വാദങ്ങളെല്ലാം അംഗീകരിച്ചാണ് നേര്യമംഗലം വാളറ ദേശീയപാത 85ന്റെ വികസനത്തിന് ഹൈക്കോടതി അനുമതി നൽകിയത്. ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ്, എസ് മനു എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. റിപ്പോർട്ടർ ശ്യാം ദേവരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.